ഫിഗർ ഒന്നും കൂടി നോക്കാം. ഇത് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഏരിയ, ഇവിടെ നിന്ന് ഇത് എക്സിലേക്ക്, ഇത് വൈയിലേക്ക്. ഇതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. ഇത് ആറ്. ഈ ആറിനെ കാണുന്നുണ്ടെങ്കിൽ ആർ സ്ക്വയർ ഈക്വൽ ടു ഇത് എക്സ്, ഇത് വൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ക്വയർ അപ്പം ഇതിന്റെ സ്ക്വയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടനൂസിന്റെ വാല്യൂ കിട്ടും. നമുക്ക് ആറിന്റെ സ്ക്വയർ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ എടുത്തത്. ഈ ആറിന്റെ വാല്യൂ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് ഒന്ന് കൊടുക്കുക എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എന്ന് കൊടുക്കുക. ഇതിന് രണ്ട് ടേം ആണ്. ഒരു ഫസ്റ്റ് ടേം സെക്കൻഡ്. രണ്ട് ടേമിന് സെപ്പറേറ്റ് ഇന്റഗ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ഓഫ് എസ് സ്ക്വയർ ഡി എ പ്ലസ് ഇന്റഗ്രേഷൻ ഓഫ് വൈ സ്ക്വയർ ഡി എന്ന് കിട്ടും. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എടുത്തേക്കുന്നത് വൈ വൈയും, വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് എക്സ് ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഐ വൈ വൈ പ്ലസ് ഐ എക്സ് എക്സ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഐ സെഡ് എന്ന് പറഞ്ഞാൽ, ഐ സെഡ് സെഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ക്ലിയർ ആണത്? അപ്പൊ ഇതില് നമുക്ക് ഈ ഇതിലൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ആ ട്രയാങ്കിളിൽ നിന്ന് പൈതഗോറസിന്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആറിന്റെ വാല്യൂ കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണം എക്സ് ഐ എസ് എസിന്റെയും ഐ വൈയുടെയും ഐ സെഡിന്റെയും വാല്യൂയോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ സെഡിന്റെ ഇക്വേഷൻ ആയി. ഐ സെഡ് സെഡ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ക്ലിയർ അല്ലേ ഇത്? ഇനി അടുത്തത് പാരലൽ ആക്സിസ് തിയറം ആണ്. പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇതിന്റെ സെൻട്രോയിഡിലാണ്. ഇതാണ് നമ്മുടെ ഏരിയ, ഒബ്ജക്റ്റ് ഓഫ് ഏരിയ പറയുന്നത്. ഇത് നമ്മുടെ ഒബ്ജക്റ്റ്. ഇതിന്റെ സെൻട്രൽ കൂടെയാണ് നമ്മുടെ ഈ ലൈൻ പോകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഐ ജി എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ലൈനെയാണ് നമ്മൾ ഐ ജി എന്ന് പറയുന്നത്. ഇതിന് പാരലൽ ആയിട്ട് നമ്മുടെ ബേസ് ആക്സിസ് എ ബി വരുന്നുണ്ട്. അതിന് നമുക്ക് ഐ ബി എന്ന് കൊടുക്കാം. അപ്പൊ ഐ ജിയും കിട്ടി, ഐ ബിയും കിട്ടി. ഈ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ ആണ് എ എന്ന് പറഞ്ഞത്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. അപ്പൊ ഈ ലൈന് പാരലാണ്. രണ്ട് ലൈൻ ഇങ്ങനെ വന്നു കഴിഞ്ഞത് പാരലാണ്. അങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഈ ഐ എ ബി ഈക്വൽ ടു ഐ ജി പ്ലസ് ഏരിയ ഇൻറ്റു ഇതിന്റെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഐ എ ബി ഈക്വൽ ടു ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. ഇതിൽ ഐ ജി എന്ന് പറഞ്ഞാൽ മൊമെന്റം ഓഫ് ഇനർഷ്യ ഓഫ് പ്ലെയിൻ ഏരിയയുടെ മൊമെന്റം ഓഫ് ഇനർഷ്യയാണ്. അത് സെൻട്രൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ടും സെൻട്രോയിഡ് ആക്സിസും കൂടിയാണ്. ആ പ്ലെയിന്റെ സെൻട്രോയിഡ് ആക്സിസും കൂടിയാണ്. പിന്നെ അതിന്റെ ആക്സിസ് ഈ എ ബി എന്ന ബേസ് ആക്സിസ് പാരലൽ ടു സെൻട്രോയിഡിന്, ഇത് സെൻട്രോയിഡ് ആണ്. ഇതിനോട് പാരലൽ ആയിട്ടാണ് നമുക്ക് ഇത് വരുന്നത്, എ ബി വരുന്നത്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് ആണ്. സെൻട്രോയിഡ് ആക്സിസ് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഐ എ ബി ഈക്വൽ ടു ഐ ജി പ്ലസ് എ എക്സ് സ്ക്വയർ കൊടുക്കാം. ഇത്രയുള്ള പാരലൽ ആക്സിസ് തരാം. ഇത് നമ്മളോട് പറയുന്നത് ട്രാൻസ്ഫറേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്തിട്ട് മൊമെന്റം ഓഫ് ഇനർഷ്യ വൺ ആക്സിസിൽ നിന്ന് വേറെ ആക്സിസിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദിസ് ടു ആക്സസ് ഷുഡ് ബി പാരലൽ ടു ഈച്ച് അതർ. കാരണം രണ്ടും പാരലൽ ആയതുകൊണ്ടാണ് നമുക്ക് ഒന്നിനോട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാതെ അതിന്റെ ആക്സിസ് സെൻട്രോയിഡ് ആക്സിസിന്റെ ആയിരിക്കും. സെൻട്രോയിഡ് ആക്സിസ് നമ്മൾ സെൻട്രലായിരിക്കും. ആ ഏരിയയുടെ സെൻട്രലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ സെൻട്രലായിരിക്കും ജീവിതത്തിൽ. ഈ ഇക്വേഷൻ ക്ലിയർ ആണോ? പാരലൽ ആക്സിസ് തിയറം ചോദിക്കാറുണ്ട്. ചിലപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് അല്ലെങ്കിൽ പാരലൽ ആക്സിസ് തിയറം ചോദിക്കാറുണ്ട്. ചില സമയത്ത് ഡെഫിനേഷനോ 3 വാക്കൊക്കെ ചോദിക്കാൻ പറ്റും. ഇതിൽ പ്രോബ്ലം വരുന്നുണ്ട്. പ്രോബ്ലം നോക്കാം. Question: calculate the momentum of inertia of the angle selection having the dimension of x and y axis. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പല തരത്തിലുള്ള ഫിഗർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഇപ്പൊ ഒരു ഫിഗറിൽ നമുക്ക് ഫിഗറിൽ ഇവിടെ തുടങ്ങി ഇവിടെ വരെ 2 സെന്റിമീറ്റർ ആണ്, ഇത് 10 സെന്റിമീറ്റർ ആണ്, ഇത് 2 സെന്റിമീറ്റർ ആണ്, ഇവിടെ നിന്ന് 10 സെന്റിമീറ്റർ ആണ് തന്നത്. അങ്ങനെ ഈ ഫിഗർ നമുക്ക് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ബേസ് മാത്രം എടുക്കുകയാണെങ്കിൽ, ഈ ഒരു കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിന്റെ സെന്റർ ആയിട്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ഡി കൊടുക്കാം. ഇത് ഈ ബേസിന് പാരലായിരിക്കും. അപ്പൊ നമ്മുടെ പാരലൽ തിയറമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് ഐ എ ബി ഈക്വൽ ടു ഐ ജി പ്ലസ് എ
അപ്പൊ ഇതിന്റെ ഓരോ ടേം കൂടെ കണ്ടെത്തണം. അപ്പൊ ഇതുപോലെ എക്സിന്റെ കേസ് എടുക്കുമ്പോൾ ആദ്യത്തെ കേസ് ഇത് എക്സ് ഈ ലൈൻ എടുക്കുകയാണെങ്കിൽ ഇത് IG1 XS ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് IXും ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് 1 ആണ്, Y1 ആണ്. Y1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുമ്പോൾ എന്താവും, ഈ ഫസ്റ്റ് കേസിൽ ഏരിയ എടുക്കുമ്പോൾ IG1 XX ഇത് പ്ലസ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് Y1 സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A1 ഫസ്റ്റ് കേസ്, പ്ലസ് സെക്കൻഡ് കേസ് എടുക്കുമ്പോൾ IG2 XX പ്ലസ് A2 Y2 സ്ക്വയർ. അങ്ങനെ രണ്ട് കേസ് ഇവിടെ നിന്ന് എടുക്കാം. രണ്ടും കൂടി ആഡ് ചെയ്യും. ഇത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ മാത്രമായിട്ടുള്ളൂ. സെക്കൻഡ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈയുടെ ടൈം എടുക്കും. ഇതിപ്പോ എക്സിന്റെ കേസ് ആണ് എടുത്തേക്കുന്നത്. IXന്റെ കേസ് ഹലോ 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 സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല ഇപ്പൊ ക്ലിയർ അല്ലേ സ്ക്രീൻ? ആണ്. അപ്പൊ ആദ്യത്തെ ഫിഗർ താഴെ വെച്ചിട്ടുള്ള ആ ഫിഗറിന്റെ സെൻട്രോയിഡ് G1ഉം അതിരിക്കുന്നത് IG1 XX എന്ന ഫോമിൽ ആ ലൈന് IG1 XX ആയിട്ട് എടുത്തു. അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പാരലാക്സിന്റെ ഇക്വേഷൻ ആണ് ഫസ്റ്റ് എഴുതിയത്. ഫസ്റ്റ് ഈ കേസ്. ഇനി നമുക്ക് I2ന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിഗറിന്റെ IG2ന് എടുക്കുകയാണെങ്കിൽ ഈ ഫിഗറിന്റെ ഈ ഒരു ഫിഗർ എടുക്കുക, അതിന് പാരലാക്സിസ് ആയിട്ട് വരയ്ക്കുക. ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ദൂരം Y2 ആയിട്ട് എടുത്തു, ഇതിന്റെ ഏരിയ A2 ആയിട്ട് എടുത്തിട്ട് ഈ ഇക്വേഷൻ നമ്മൾ സെറ്റ് ചെയ്തു. ഈ രണ്ടെണ്ണം കൂടി കൂട്ടിയിട്ട് IX കിട്ടി. അപ്പൊ IX is equal to IG1 XX plus A1 Y1 സ്ക്വയർ പ്ലസ് IG2 XS പ്ലസ് A2 Y2 സ്ക്വയർ. അത് ക്ലിയർ ആണോ? ഇനി വൈയുടെ ടേം കണ്ടെത്തണം. വൈയുടെ ടേം കണ്ടെത്താൻ നേരത്തെ എടുത്ത പോലെ തന്നെ ഫിഗർ എടുക്കുക. ഇത് ഇത് നേരത്തെ പാരലായിരുന്നു, ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുക. അപ്പൊ ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു. അപ്പൊ G1 YY കിട്ടി. ഇതിന്റെ ഡിസ്റ്റൻസ് ഇവിടെ തുടങ്ങി ഇവിടെയുള്ള ഡിസ്റ്റൻസ് X1, ഏരിയ A1. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ ഇരുന്ന ഫിഗറിൽ നിന്നും നമുക്ക് GY2ന്റെ വാല്യൂ കിട്ടി. GY2 YY പ്ലസ് A1 ആണ് എന്റെ ഏരിയ, ഇവിടുത്തെ ഡിസ്റ്റൻസ് X1 ആണ്. അപ്പൊ X1ന്റെ സ്ക്വയർ ഫസ്റ്റ് കേസ്. ഈ സെക്കൻഡ് ഫിഗർ ഈ മുകളിലത്തെ ഫിഗറിനെ കൺസിഡർ ചെയ്യാം. മുകളിലത്തെ ഫിഗറിലും പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കും. ഇതുപോലെ കിട്ടാം. ഇവിടെ ഡിസ്റ്റൻസ് X2 വരും. അപ്പൊ ഇക്വേഷൻ
G2 YY പ്ലസ് ഇവിടെ ഏരിയ A2 വരും. അപ്പൊ A2 ഇൻറ്റു X2 സ്ക്വയർ കിട്ടും. ഇതാണ് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ IY-യും നേരത്തെ IX കിട്ടി. രണ്ട് ഫിഗറിൽ നിന്നും ആദ്യത്തെ ഫിഗറിൽ നിന്നും IX-ന്റെ IG1 XS-ന്റെ വാല്യൂ കണ്ടെത്തി. രണ്ടാമത്തെ ഫിഗറിൽ നിന്ന് IG2 XS കിട്ടി. അത് X ആക്സിന്റെ കേസിൽ. അപ്പൊ IX-ന്റെ വാല്യൂ കിട്ടി. ഇനി അടുത്തത് IY-യുടെ വാല്യൂ കിട്ടാനായിട്ട് ഫസ്റ്റത്തെ ഫിഗറിൽ നിന്നും Y2-ന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. അതുപോലെ G2-ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോൾ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്ത് IX-ഉം IY-യും കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇനി ഇതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ആദ്യം ആദ്യത്തെ വാല്യൂ ഇവിടെ A1-ന്റെയും Y1-ന്റെയും X1-ന്റെയും ഒക്കെ വാല്യൂ നമുക്ക് ഫിഗറിൽ നിന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ തുടങ്ങി ഇവിടെ ഉള്ള ദൂരവും ഇത് ഈ ഡിസ്റ്റൻസും ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് A1-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏരിയയാണ് കാണേണ്ടത്. റെക്ടാംഗിൾ ഷേപ്പിന്റെ ഏരിയ കാണുന്നുണ്ടെങ്കിൽ ആ റെക്ടാംഗിൾ ഷേപ്പിന് നമുക്ക് തന്നിരുന്ന ഈ റെക്ടാംഗിൾ ഷേപ്പിന് ഇവിടെ നിന്ന് 10 മീറ്ററും ഇവിടെ നിന്ന് 2 മീറ്റർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് റെക്ടാംഗിൾ ഷേപ്പിന്റെ ഏരിയ കാണാം. ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു 10 വരും. അപ്പൊ 20 സെന്റിമീറ്റർ ഏരിയ കിട്ടി. ഇത് ക്ലിയർ ആണോ? അതുപോലെ അതില് Y1 കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ആണ് Y1. രണ്ടും അത് 2/2 ആണ് വരെ നമുക്ക് 1 കിട്ടി. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയ പോയിന്റ് വെച്ചിട്ട് ഡിസ്റ്റൻസ് കിട്ടുമ്പോൾ ഇവിടുന്ന് 2 ഇവിടുന്ന് 2 അങ്ങനെ നമുക്ക് 2/2 വരുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇനി X1-ന്റെ ഡിസ്റ്റൻസ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ 10-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. ഈ മൂന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് IG1 XS-ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. 10 ഇൻറ്റു 2-ന്റെ ക്യൂബ് ഡിവൈഡ് ബൈ ഇത് നമുക്ക് നമ്മുടെ റെക്ടാംഗിളിന്റെ ബേസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. ബേസ് ഇൻറ്റു ഹൈറ്റിന്റെ ക്യൂബ് ഡിവൈഡ് ബൈ 12 എന്നുള്ള ഇക്വേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഈ ഇക്വേഷൻ ഓരോ ഫിഗറിന്റെയും റെക്ടാംഗിൾ B ഇൻറ്റു D ക്യൂബ് ഡിവൈഡ് ബൈ 12 ഇതാണ് റെക്ടാംഗിളിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? IG1 XS-ന്റെ വാല്യൂ കിട്ടും. ഇവിടെ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ ബേസിന്റെ വാല്യൂ 10-ഉം അതിന്റെ ഡിസ്റ്റൻസ് 2-ഉം 2 ക്യൂബ് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 66.76 കിട്ടും. അപ്പൊ നമുക്ക് G1 XS-ന്റെ വാല്യൂ കിട്ടും. അതുപോലെ G2 XS-ന്റെ വാല്യൂ എടുക്കുമ്പോൾ ഈ ഫിഗറിന്റെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ 2 വരും. 2 ഇൻറ്റു 8 ക്യൂബ് വരും. അത് മുകളിലത്തെ ഷേപ്പാണ്. അതായത് ഇവിടെ നിങ്ങൾ ഇതിന്റെയാണ് നമ്മൾ ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് കിട്ടിയത്? IG1 XS-ന്റെ വാല്യൂ കിട്ടി. ഇവിടെ എടുത്തുകൊണ്ട് നമുക്ക് IG2 XS-ന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പൊ ഇതിന്റെ ഈ ബേസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മൊത്തം ഇവിടെ തുടങ്ങി ഇവിടെ വരെ 10 ആണ്. പക്ഷെ ഇവിടെ തുടങ്ങി ഇവിടെ വരെ 2 സെന്റിമീറ്റർ ആണ്. ആ 2 സെന്റിമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 8 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ നമ്മുടെ ബേസിന്റെ വാല്യൂ 8 സെന്റിമീറ്റർ ആയിരിക്കും. ഏരിയ നേരത്തെ കൊടുത്ത് ഇവിടെ നിന്നുള്ള എടുത്ത് എന്ന് പറഞ്ഞാൽ 2 തന്നെ ആയിരിക്കും. അപ്പൊ ഇത് 2 വരും. അങ്ങനെ 8 വന്നത് 8 വന്ന് ഇക്വേഷൻ കൊടുത്തു നോക്കി. 8 വന്നു. അപ്പൊ രണ്ടാമത്തെ കേസിൽ വരുമ്പോ 8 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് ഏരിയ 16 കിട്ടും. Y2 കാണുന്നുണ്ടെങ്കിൽ ഈ 2 പ്ലസ് 8 ഡിവൈഡ് ബൈ 2 ചെയ്യണം. അപ്പൊ ഇത് 4 ഇവിടെ 8-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വരും. 4 പ്ലസ് 2 ചെയ്യുമ്പോൾ 2 കിട്ടി. പ്ലസ് ആഡ് ചെയ്യുമ്പോൾ Y2-ന്റെ വാല്യൂ 6 സെന്റിമീറ്റർ കിട്ടും. 1 മിനിറ്റ് ഇവിടെ കറണ്ട് പോയി. സിസ്റ്റം ഓഫ് ആയി. ഇനി X2 കാണുന്നതിന് നേരത്തെ എടുത്ത പോലെ 2/2 വരും. ഈക്വൽ ടു 1 സെന്റിമീറ്റർ കിട്ടും. ഇനി ഇത് ഈ G2 നമുക്ക് G1 XS കിട്ടി. അതുപോലെ തന്നെ G2 വാല്യൂ കൊടുക്കുക. ഇവിടെ 2 ഇൻറ്റു 8 ഇവിടെ 2 ആയിരുന്നു നമ്മുടെ ബേസ് വരുന്നത്. ഹൈറ്റ് വരുന്നത് അല്ല
ഡിസ്റ്റൻസ് വരുന്നത് 8 ആയിരുന്നു. അപ്പൊ 2 × 8³ ഡിവൈഡ് ബൈ 12 ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 85.33 കിട്ടും. ഇനി ഇതേപോലെ തന്നെ G1 y ഇക്വേഷനിൽ കൊടുക്കുക. വൈയുടെ ടേമിൽ ബിയും ഡിയുടെ വാല്യൂ ബിയുടെ ബേസ്, അതായത് ഡിസ്റ്റൻസിന്റെ വാല്യൂ ബേസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ G1 y വരുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് 2ഉം ബേസ് 10 ആയിരിക്കും വരാം. നെറ്റ് പോയി. അതായത് ഇത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിന്റെ ഓരോ ടേം, ഇപ്പൊ നമ്മൾ 2 ടേമിൽ ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്, IX ഉം IYയും. അതിൽ നമുക്ക് കാണേണ്ട ടേം ഒന്ന് IG1X കാണുന്നുണ്ടെങ്കിൽ ബേസ് ഇക്വേഷൻ വരുന്നത് ബേസ് ഇൻറ്റു ഡിസ്റ്റൻസ് ക്യൂബ് ഡിവൈഡ് ബൈ 12 ആണ്. അപ്പൊ ഓരോ ടേമിന്റെയും ഇത് എടുക്കുമ്പോൾ ഇതിന്റെ ബേസ് 10 വരും. ഡിസ്റ്റൻസ് ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഉള്ളത് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിവൈഡ് ബൈ 2 1 വരും. ഏരിയ ആണെങ്കിൽ 10 × 2 16 വരും. ഇത് വെച്ചുകൊണ്ട് ഈ ടേമുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഫിഗറിന്റെയും ഈ ഏരിയയുടെ ഈക്വേഷൻ, റെക്ടാംഗിൾ ഷേപ്പിന്റെ ഈക്വേഷനിൽ G1y, അതായത് G1XX-ഉം അതുപോലെ IG2XX-ഉം അതുപോലെ IG1YYയും IG2YYയും കണ്ടെത്താം. ഈ 4 ടേമും കണ്ടെത്താം. ബാക്കി നേരിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ആദ്യം ഫസ്റ്റ് ഇക്വേഷനിൽ ഏരിയയുടെയും y1ന്റെയും x1ന്റെയും വാല്യൂ എടുത്തു. അതുപോലെ സെക്കൻഡ് കേസിൽ എടുത്തു. ഇതിൽ ഫസ്റ്റ് G1XX-ന്റെ വാല്യൂ, അതായത് B/12 ബി ഇവിടെ 10ഉം ഡി ഡിസ്റ്റൻസ് 2ഉം ഡിവൈഡ് ബൈ 2 വെച്ചുകൊണ്ട് നമുക്ക് ഒരു വാല്യൂ കിട്ടും. ഇത് ക്ലിയർ അല്ലേ? ഇതേപോലെ G2X-ൽ ഇവിടുത്തെ ബേസ് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ബേസ് 2ഉം ഫിഗർ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ബേസ് ഇവിടെ വരുന്നത് 2ഉം ഡിസ്റ്റൻസ് 10ൽ നിന്നും ഈ 2 ഇവിടേക്കുള്ള 2 കുറച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന 8ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് I2XX-ന്റെ വാല്യൂസ് നമുക്ക് കിട്ടും. ഇത് ക്ലിയർ അല്ലേ? ഇനി G1Y, അതായത് ഈ ഫിഗറിന്റെ നമ്മൾ ഇങ്ങനെ എടുത്ത ഫിഗറിന്റെ ഇങ്ങനെ വരുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് കൊടുക്കുക. ഡിസ്റ്റൻസ് ആയിട്ട് X, ബേസിന്റെ ഹൈറ്റ്. അപ്പൊ അത് വെച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ 2 × 10³ വരും. ഹൈറ്റ് 10 ആണ് വന്നത്. അപ്പൊ 10 × ബേസ് 2 ആയിരുന്നു. 2 × 10³ ഡിവൈഡ് ബൈ 2 വെച്ച് നമുക്ക് G1Y ഉള്ള വാല്യൂ കിട്ടും. അതുപോലെ അടുത്ത കേസ് എടുക്കുമ്പോൾ 8 ബേസ് 8ഉം ഡിസ്റ്റൻസ് 2ഉം വരും. അത് ഈ ഫിഗറിന്റെ ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ 2 വരും. 8 ആയിരിക്കും ഹൈറ്റ്. അത് വെച്ചുകൊണ്ട് GY2YYയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടി. ഇനി ഈ വാല്യൂസ് എല്ലാം കൂടി IX-ന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് IX-ന്റെ വാല്യൂ കിട്ടും. അത് IX-ന്റെ വാല്യൂ നമ്മുടെ കണ്ടെത്തുന്നത് ഈ 2 ടേമുകൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിലേക്ക് നേരിട്ട് ഇത് IG1XX-ന്റെ വാല്യൂ, ഇത് ഏരിയ കണ്ടെത്തുന്നത്, ഇത് അതിന്റെ ഡിസ്റ്റൻസ്, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പുറത്തെ ടേമിൽ IG2XX-ന്റെ വാല്യൂ, അവിടുത്തെ ഏരിയ, അതിന്റെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇടയ്ക്കിടയ്ക്ക് കട്ടായി.
അപ്പൊ ഈ ഐ എക്സിന്റെ വാല്യൂ കിട്ടിയത് ക്ലിയർ ആണോ? clear. ഈ ഐ വൈ വൈയുടെ വാല്യൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം? ഐ ജി 1 വൈ വൈയുടെ വാല്യൂ ഏരിയയുടെ വാല്യൂ ഇൻറ്റു ഹൈറ്റ് കിട്ടും. അടുത്തത് IG2 വൈ വൈയുടെ വാല്യൂ പ്ലസ് ഏരിയയുടെ വാല്യൂ ഇൻറ്റു ഹൈറ്റിന്റെ വാല്യൂ. ഇതെല്ലാം കൂടി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ഇതിലേക്ക് ആഡ് ചെയ്യുക. കാരണം ആൻസർ കൂടി നമ്മൾ സം ചെയ്യുമ്പോൾ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ചെയ്ത് ക്ലിയർ ആണോ? Clear. ഇതേപോലെ തന്നെ പല തരത്തിൽ ഫിഗർ തരും. ഫിഗർ ചിലപ്പോൾ ടി ഒക്കെ ആയിട്ടായിരിക്കും ഫിഗർ തരാം. ടി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടി പോലെ തന്നിട്ട് ഇങ്ങനെ ഇങ്ങിടും, ഇതുപോലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും തന്നേക്കാം. ഇത് ഓരോ ഫിഗർ എടുത്തിട്ട് ഫ്രീ ബോഡി ഡയഗർ എടുത്തിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടും പാരലൽ ആയിട്ടും വരച്ചിട്ട് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യണം ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാതെ കണ്ട ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ടി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ക്ലിയർ അല്ലേ? Clear. ഇനി ഇതിന്റെ ബാലൻസ് വരുന്നത് ഫോഴ്സ് ഇൻ സ്പേസ്. ഇത്ര നേരം നമ്മൾ 2D ഫിഗർ ആണ് ചെയ്തിരുന്നത്. 2D എന്ന് പറയുമ്പോൾ നമുക്ക് എക്സും വൈയും മാക്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 2D ഫിഗർ ഷേപ്പിലുള്ള കേസാണ് നമ്മൾ ഇത്ര നേരം ചെയ്തിരുന്നത്. അതേപോലെ ഇതുപോലെ എക്സും വൈയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വരുന്നത് ഫോഴ്സ് ഇൻ സ്പേസ് എന്ന് പറയുമ്പോൾ മൂന്നാമതൊരു 3D സ്പേസിലായിരിക്കും ഇരിക്കുക. എക്സും വൈയും സെഡ് എന്നുള്ളൊരു കൺസെൻട്രേഷനിലായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് നമുക്ക് എന്താ പറയാ, ഒരു 3D ഫോഴ്സ് ആയിട്ട് മാറും. അപ്പൊ ഇതിന് ഡിസ്പ്ലേസ്മെന്റ്, വെക്ടർ ക്വാണ്ടിറ്റി, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിസ്റ്റൻസ്, അതായത് ഈ ഫോഴ്സിന് നമുക്ക് രണ്ട് തരത്തിലുള്ള ക്വാണ്ടിറ്റി ഉള്ളത്. വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ട്, സ്കേലാർ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. വെക്ടർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ സ്കേലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് ഈ വെക്ടർ ഫോഴ്സിന് ബേസ് ചെയ്ത് വെക്ടർ ക്വാണ്ടിറ്റിയും സ്കേലാർ ക്വാണ്ടിറ്റി ഒക്കെ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. വെക്ടർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും അതിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും. സ്കേലാർ ക്വാണ്ടിറ്റിയിൽ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രം ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല. ഈ സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ഡിസ്റ്റൻസ് സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ വെക്ടർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിവിടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഇത് വരുന്ന എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഇതിലായിരിക്കും നമ്മുടെ ഫോഴ്സ് അഫക്ട് ചെയ്യുന്നത്. അതാണ് 3D ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ഫോഴ്സിനെയാണ് 3D ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ഫിഗറിലായിരിക്കും നമുക്ക് ഇരിക്കുന്നത്. റെക്ടാങ്കിൾ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും അതിനുള്ളിൽ. ഇത് എക്സ് ആക്സിസ് വരും, ഇത് വൈ ആക്സിസ് വരും, ഇത് സെഡ് ആക്സിസ് വരും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയത് ഈ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഈ എക്സ് ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് തീറ്റ എക്സ് എന്നും, ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ തീറ്റ വൈ എന്നും, ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ തീറ്റ സെഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണോ? Clear. അതുപോലെ രണ്ട് പോയിന്റ് എടുത്ത് എയും ബി ആയിട്ട് രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ അപ്പോൾ രണ്ടിന്റെ ഡയറക്ഷൻ അതിന്റെ ഉള്ളിലേക്കായിരിക്കും ഡയറക്ഷൻ വരിക. തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. രണ്ട് ഡയറക്ഷൻ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ട് പോസിറ്റീവ് 10 ആയിരിക്കും അതിന്റെ ഡിസ്റ്റൻസ്. ഇത് നോക്കിയാൽ ഈ ഫിഗർ തന്നു. ഇവിടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് എഫ് ആണ്. അങ്ങനെ ഇൻക്ലീഡ് ആംഗിൾ നമുക്ക് തീറ്റ ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കൊടുക്കാം? എഫ് ആയിരുന്നു നമ്മുടെ ഫോഴ്സ്. അപ്പൊ എഫ് ഇൻറ്റു ഇവിടെ വരുന്നത് കോസ് തീറ്റ ആയിരിക്കും. അതായത് ഈ എക്സിനാണ് ഈ ഫോഴ്സിൽ ആംഗിൾ ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ താഴെ വരുന്നത് എഫ് ഇൻറ്റു കോസ് തീറ്റ എക്സും തീറ്റ എക്സും കൊടുക്കുക. അപ്പൊ എഫ് ഇൻറ്റു കോസ് തീറ്റ എക്സും ഇപ്പുറത്ത് ഇങ്ങനെ വരുന്നത് എഫ് ഇൻറ്റു സൈൻ തീറ്റ എക്സും ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എഫ് എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? എഫ് എക്സിന്റെ ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ ടൈമിലാണ് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഇൻറ്റു കോസ് തീറ്റ എക്സ് എന്ന് കിട്ടും. വൈക്ക് ആംഗിൾ, ഇവിടുത്തെ ആംഗിളാണ് തീറ്റ വൈ ആണ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഇൻറ്റു കോസ് തീറ്റ വൈ എന്ന് കിട്ടും. അതുപോലെ സെഡ് ആക്സിസിൽ, അതായത് ഈ ആക്സിസിലാണ് ഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എഫ് ഇൻറ്റു കോസ് തീറ്റ സെഡ് എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇനി ഇത് നമുക്ക് ഇതിന്റെ വാല്യൂ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ വാല്യൂ 2ഉം 1ഉം 2 ആണെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഡാഷ് ഫോഴ്സിന്റെ വെക്ടർ ഓഫ് ഫോഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ 2 ഇൻറ്റു എക്സ് ആക്സിസിൽ ഇരിക്കുമ്പോൾ അതിന്റെ യൂണിറ്റ് വരുന്നത്. അതായത് നമുക്ക് ഇവിടെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കും. ഇപ്പോഴത്തെ കേസ് വരും ഈ ഒരു പോയിന്റ് ഇവിടെ നോക്കട്ടെ, ഇവിടെ വരെ കിട്ടി.
ഇനി നമുക്കിവിടെ രണ്ട് പോയിന്റ് എടുത്തു. ഡയറക്ഷൻ രണ്ടും ഓരോ ദിശയിലാണെന്നുണ്ടെങ്കിൽ 10 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് 10 ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കേസ് എടുക്കുകയാണെങ്കിൽ ഇതിപ്പോ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വരുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് എയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ വന്ന് തിരിച്ച് ഇപ്പുറത്തോട്ട് വരാൻ രണ്ട് ഡയറക്ഷൻ വരും. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 + 10 അത് 20 മീറ്റർ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 10 - 10 = 0 ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഈ എഫ് റെപ്രസെന്റ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് ഈ 10 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ 10 20 എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ആ വാല്യൂ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 20 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 10 എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ വെക്ടർ എഫിനെ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റിയിലേക്ക് ആക്കുമ്പോൾ അതിന്റെ കൂടെ യൂണിറ്റ് വെക്ടേഴ്സ് എന്തായിരിക്കും? ഐ, ജെ, കെ എന്ന് പറഞ്ഞ ഫോഴ്സസുകൾ കൂടെ യൂണിറ്റ് വെക്ടേഴ്സ് ആയിട്ട് അതും കൂടി ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? എഫ് വെക്ടർ എന്ന് പറയുന്നത് എഫ് എക്സ്, അതായത് ഈ എഫ് എക്സിന്റെ കൂടെ നമുക്ക് ഒരു ഐ വരും, അതുപോലെ എഫ് വൈയുടെ കൂടെ ജെ വരും, എഫ് സെഡിന്റെ കൂടെ കെ വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഫ് വെക്ടർ ഈക്വൽ ടു എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ എന്ന് കിട്ടും. ഇതിന് പകരം വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഈ എഫിന്റെ കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് അറിയാമെന്നുണ്ടായിരുന്നെങ്കിൽ അത് 2 ആണെന്നുണ്ടെങ്കിൽ 2, ഇവിടെ കോസിന്റെ വാല്യൂ 1 ആണ്, ഇവിടുത്തെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് നമുക്ക് ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എഫ് എക്സിന് പകരം ഈ വാല്യൂസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് ഈ എഫ് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. അപ്പൊ 2 ഐ വരും. എഫ് വൈയുടെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 1 ജെ വരും. സെഡിന്റെ സ്ഥാനത്ത് നമുക്ക് 2 കൊടുക്കും, നമുക്ക് 2 കെ വരും. അപ്പൊ ഇതുപോലെ നമുക്ക് വെക്ടർ ഫോമിൽ നമുക്ക് ഇതിനെ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് ഫോഴ്സിനെ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞേ. അപ്പൊ ഇതിൽ വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഈ ഫോഴ്സിന് എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ ഉണ്ട്. ഒരു ഡയറക്ഷൻ ഇതിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ 10 ആയിരുന്നു, വാല്യൂ മാഗ്നിറ്റ്യൂഡ് 10 ആയിരുന്നു. ആ മാഗ്നിറ്റ്യൂഡിന് ഇത് എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ 10 ആയിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായി? 10 + 10 ആയി. അപ്പൊ നമുക്ക് 20 കിട്ടിയതിന്റെ വാല്യൂ. ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി നോക്കിയപ്പോ ഇവിടെ നമുക്ക് എഫ് ആണ് കിട്ടിയത്. പിന്നെ ഇപ്പൊ വെക്ടർ എഫിന്റെ വാല്യൂ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. ഈ കേസ് നമുക്ക് കിട്ടി. ഇത് മാത്രം നമുക്ക് ഇമ്പോർട്ടന്റ് ഉള്ളൂ കേട്ടോ. അതൊക്കെ മറ്റേ പറഞ്ഞു തന്നുള്ളൂ. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എടുത്തേക്കണ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഈ 2, 1, 2 എന്നുള്ള വാല്യൂസ് ആണ് തന്നിരുന്നത്. ഇതിന് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആണ് കാണുന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ട് റൂട്ട് എഫ് എക്സിന്റെ സ്ക്വയർ, അതായത് ഇതിന്റെ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മാഗ്നിറ്റ്യൂഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ 2, 1, 2 നോക്കിയേ. 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 2 4 വരും. 1 അങ്ങനെ തന്നെ വരും. വീണ്ടും 2 എന്ന് പറയുമ്പോൾ 4 വരും. അപ്പൊ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4, 4 8 9 ആയി. അപ്പൊ റൂട്ട് 9 കിട്ടും. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ കൊടുത്താൽ മതി. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. 3 × 3 ആണ് റൂട്ട് 9 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 kN കിട്ടി. അപ്പൊ ഇതുപോലെ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ പറ്റും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുന്നത് ക്ലിയർ ആണോ? അടുത്തത് ഇപ്പൊ നമുക്ക് ഒരു പ്ലെയിൻ ഇവിടെ ഒരു വെക്ടർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നോക്കി എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ് ഉണ്ട്. ഈ എക്സ് വൈ ലൈനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഇതിലൊരു ഫോഴ്സ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ എഫ്. അതിൽ രണ്ട് പോയിന്റ് അടയാളപ്പെടുന്നുണ്ട്, എയും ബി. അപ്പൊ എ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് എയിൽ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാല് x1, y1, z1. ബിയുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ x2, y2, z2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇതാണ് നമ്മുടെ ഐ ബിയുടെ ഇക്വേഷൻ. അപ്പൊ ലാംഡ ഐയുടെ ഇക്വേഷൻ, അത് വെക്ടർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, യൂണിറ്റ് ഓഫ് വെക്ടർ ആണ്. അപ്പൊ ഇത് മാഗ്നിറ്റ്യൂഡ് കാണുന്നുണ്ടെങ്കിൽ ഐ ബി കാണുന്നുണ്ടെങ്കിൽ ഐ ബി എന്ന് വെച്ചാൽ പൊസിഷൻ വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മുടെ ലാംഡ എ ബി എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ, എഫ് ഇൻറ്റു ലാംഡ എ ബി. ഈ ലാംഡ എ ബി കാണുന്നുണ്ടെങ്കിൽ പൊസിഷൻ വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ നമുക്ക് ലാംഡ എ ബി കിട്ടും. ഇതിനൊരു ഇക്വേഷനായി എഫ് വെക്ടറിനൊരു ഇക്വേഷനായി. ഇനി ഇതില് നമുക്ക് ഈ ലാംഡ എ ബി എങ്ങനെ കാണാന്നാണ് പറയുന്നത്. രണ്ട് പോയിന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, എയും ബിയും. അതിനുള്ള പോയിന്റുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് ലാംഡ എ ബിയിൽ നിന്നും നമുക്ക് ആദ്യത്തെ പോയിന്റ് ഇനീഷ്യൽ പോയിന്റ് ആണെങ്കിൽ ഇത് ഫൈനൽ പോയിന്റ് ആയി. അപ്പൊ ഫൈനൽ പോയിന്റിൽ നിന്നും ഇനീഷ്യൽ പോയിന്റ് മൈനസ് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തേക്കണം. അപ്പൊ x2 - x1 ഫസ്റ്റ് ടേം ഐ ഉള്ളത് കൊണ്ട് ഐ കൊടുക്കുക. അപ്പൊ നമുക്ക് വെക്ടർ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് എപ്പോഴും എന്ത് വേണം? യൂണിറ്റ് വെക്ടർ ആയിട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ എന്തായാലും കൊടുക്കണം. ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രണ്ട് പോയിന്റിനെ കൺസിഡർ ചെയ്തിട്ട് x2 - x1 ഫസ്റ്റ് കേസ് കിട്ടി. അടുത്ത കേസ് y2 - y1 സെക്കൻഡ് കേസ് കിട്ടും. ഇതിന്റെ കൂടെ ജെ വരും.
അടുത്ത ടേം Z2 മൈനസ് Z1 ഇത് കൂടെ K ടേം. ഇത്ര ടേം കിട്ടി. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്താണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഈ പൊസിഷൻ വെക്ടറിൽ ഇതായിരുന്നു നമ്മുടെ ഇപ്പൊ FX, FY, FZ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നതിൽ ഈ കിട്ടിയ റിസൾട്ടിന്റെ സ്ക്വയർ പ്ലസ് ഈ റിസൾട്ടിന്റെ സ്ക്വയർ പ്ലസ് ഈ റിസൾട്ടിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി. നമ്മൾ ഇവിടെ കണ്ട മാഗ്നിറ്റ്യൂഡിന്റെ സെയിം ഫോം ഇവിടെ അപ്ലൈ ചെയ്യും. ക്ലിയർ ആണോ അത്? എക്സാമ്പിൾ ആണ്. എത്ര ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാല് എഫ് എക്സിന്റെ ഇക്വേഷൻ, അതായത് എഫ് വെക്ടർ എഫിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് FXI പ്ലസ് FYJ പ്ലസ് FZK. ഇതാണ് നമ്മുടെ വെക്ടർ, ഫോഴ്സ് വെക്ടർ എന്ന് പറയുന്നത് ഇത്. ഇനി അതിന് മാഗ്നിറ്റ്യൂഡ് കാണുന്നുണ്ടെങ്കിൽ ഈ FXന്റെ സ്ക്വയർ പ്ലസ് FYയുടെ സ്ക്വയർ പ്ലസ് FZന്റെ സ്ക്വയർ ആഡ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടും. രണ്ട് കേസ് കിട്ടി. ഇനി മൂന്നാമത് ഇക്വേഷൻ വരുന്നത് ഈ വെക്ടർ ഈ ഇങ്ങനെ പാരലായിട്ട് ഒരു രണ്ട് പോയിന്റ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഫോഴ്സ് വെക്ടർ ആണ് കാണുന്നുണ്ടെങ്കിൽ അത് എഫ് ഇൻറ്റു ലാംഡ എ ബി ആണ്. ലാംഡ എ ബി കാണാനുള്ള ഇക്വേഷൻ ആണെന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ്. പൊസിഷൻ വെക്ടർ ആകുമ്പോൾ ഈ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ലാംഡ എ ബി കിട്ടി. മൂന്ന് ക്ലിയർ ആണോ? ഞാനൊരു എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട് എക്സും വൈ സെഡിലാണ് പോയിന്റ് ഇരിക്കുന്നത്. ഇത് എക്സ് ആക്സിസിൽ, ഇത് വൈ ആക്സിസിൽ, ഇത് സെഡ് ആക്സിസിൽ. ഇവിടെ എ എന്ന പോയിന്റ് ബി എന്ന പോയിന്റ് ആണ് ഫോഴ്സിലുള്ളത്. ഇത് തമ്മിലുള്ള ഫോഴ്സ് എഫ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 10 കിലോമീറ്റർ എന്ന് പറഞ്ഞേക്കുന്നത് എഫ് ആണ്. ഇനി ഇവിടെ നമുക്ക് X2 തന്നിട്ടുണ്ട്, Y2 തന്നിട്ടുണ്ട്, Z2 തന്നിട്ടുണ്ട്. ഇവിടെ X1, Y1, Z1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് കാണണം? ലാംഡ എ ബി കാണണം. ലാംഡ എ ബി കാണുന്നുണ്ടെങ്കിൽ ആദ്യം X2 മൈനസ് X1, അതായത് 4 മൈനസ് 1 നമുക്ക് 3 കിട്ടും. 3I കിട്ടി. അടുത്തത് 5 മൈനസ് 2, അപ്പോഴും 5 മൈനസ് 2 ഈക്വൽ ടു 3 കിട്ടി. അടുത്തത് 6 മൈനസ് 3, അപ്പോൾ നമുക്ക് 6 മൈനസ് 3 ഈക്വൽ ടു 3 കിട്ടി. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ ഇതാണ് നമ്മുടെ FX, FY, FZ. അപ്പൊ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വരും. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 പ്ലസ് 9 പ്ലസ് 9 ഈക്വൽ ടു 27 വരും. റൂട്ട് 27 ആണ് വരിക. ഈ ടൈമിൽ നമ്മൾ ഒന്നും കൂടി സെറ്റ് ആയിട്ട് എഴുതാം. ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഹോൾ 27 ആയിരുന്നു. 3I പ്ലസ് 3J പ്ലസ് 3K ഡിവൈഡ് ബൈ റൂട്ട് 27 ആയിരുന്നു. ഇതിനെ ഓരോ ടേമിനെയും സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. അപ്പൊ 3I ബൈ റൂട്ട് 27 വരും. അത് ഐയുടെ ടേം, പിന്നെ ജെയുടെ ടേം, കെയുടെ ടേം ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇപ്പൊ നമുക്ക് ലാംഡ എ ബി കിട്ടിയിട്ടുള്ളൂ. ഇതിന്റെ കൂടെ എഫും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. എഫിന്റെ വാല്യൂ 10 ആണ്. നമുക്ക് എന്ത് കൊടുക്കാം? 10 ഇൻറ്റു ഈ ടേം എഴുതാം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തൊന്നുമില്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ 10നെ 3 ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 30I ഡിവൈഡ് ബൈ റൂട്ട് 27. ഇവിടെയും 30I ബൈ റൂട്ട് 27, 30I ബൈ റൂട്ട് 27 അല്ലെങ്കിൽ ഇവിടെ തന്നെ അവസാനിപ്പിക്കും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ തേക്കുന്നത് ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 5 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അതിന്റെ ആക്സിസ് തന്നിട്ടുള്ളത് 30 ഡിഗ്രി, 50 ഡിഗ്രി ആൻഡ് 100 ഡിഗ്രി തന്നിട്ടുണ്ട്. വിത്ത് XYZ ആക്സിസ് ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ ഫോഴ്സ് വെക്ടർ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കമ്പോണന്റ് അലോങ് ദി XYZ ആക്സിസ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാണണ്ടേ? തന്നിരിക്കുന്നത് F തന്നിട്ടുണ്ട്, ഫോഴ്സ് വെക്ടറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 5 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട്. പിന്നെ Q ഓഫ് X, Q ഓഫ് Y, Q ഓഫ് Z ആണ് തന്നേക്കുന്നത്. മൂന്നും ആംഗിൾ രൂപത്തിൽ തന്നേക്കുന്നത്. കിട്ടിയ ഇതിലുള്ള ടേമുകൾ ആദ്യം എടുത്ത് എഴുതാം. നമുക്ക് ആദ്യം അറിയുന്നത് ഇവിടെ ഇത് ഫോഴ്സ് ആയിരുന്നു. ഫോഴ്സ് ഈക്വൽ ടു 5 കിലോ ന്യൂട്ടൺ ആണെന്ന് കിട്ടി. പിന്നെ നമുക്ക് 3 ആംഗിൾ ആണ് തന്നേക്കുന്നത്. ഒന്ന് തീറ്റ ഓഫ് എക്സും, ഒന്ന് തീറ്റ ഓഫ് വൈയും, ഒന്ന് തീറ്റ ഓഫ് സെഡും ആണ്. ആ 3 ടേം എടുത്ത് എഴുതാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇക്വേഷൻ എടുത്ത് എഴുതാം. ഒന്ന് എഫ്എക്സിന്റെ ഇക്വേഷൻ FXI പ്ലസ് FY പ്ലസ് FZK ഇക്വേഷൻ എഴുതി. ഇനി FX കാണുന്നുണ്ടെങ്കിൽ എന്ത് വേണം? F ഇൻറ്റു കോസ് തീറ്റ എക്സ്. അപ്പൊ ഇതിൽ നമുക്ക് എഫിന്റെ വാല്യൂ അറിയാം അല്ലെ? എഫിന്റെ വാല്യൂ അറിയാം, തീറ്റ എക്സിന്റെ വാല്യൂ അറിയാം. ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് FXന്റെ വാല്യൂ കണ്ടെത്താം.
ഹലോ. Hello. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എഫ് മാത്രമേ നമുക്ക് എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെ തീറ്റയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഫ് എക്സിന്റെ ഇക്വേഷൻ കണക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഇൻറ്റു കോസ് തീറ്റ എക്സ്. അപ്പൊ കോസ് തീറ്റ എക്സിന്റെ വാല്യൂ നമുക്കറിയാം 30 ഡിഗ്രി ആണ്. അപ്പൊ എഫിന്റെ വാല്യൂ 5 ഇൻറ്റു കോസ് 30യുടെ വാല്യൂ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ കോസ് 30യുടെ വാല്യൂ കിട്ടും. അത് ഇൻറ്റു 5 ചെയ്യുമ്പോൾ കൂടെ 4.33 കിട്ടും. ഇത് ക്ലിയർ ആയപ്പോ Okay. ഇനി ഇതുപോലെ തീറ്റ വൈയുടെ വാല്യൂ, അതായത് 5 ഇൻറ്റു തീറ്റ വൈയുടെ വാല്യൂ 15 ആണ്. കോസ് 15 ഇൻറ്റു 5 ചെയ്ത് കഴിയുമ്പോൾ 3.2 കിട്ടും. അതുപോലെ 5 ഇൻറ്റു കോസ് 100ന്റെ വാല്യൂ എടുത്ത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -0.87 കിട്ടും. ഈ ടേമുകളാണ് നമ്മുടെ എഫ് എക്സിന്റെയും എഫ് ഐയുടെയും എഫ് സെഡിന്റെയും വാല്യൂ നമുക്ക് കിട്ടി. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫിന്റെ ഇക്വേഷൻ ഫോം ചെയ്യാം. ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 4.33 i പ്ലസ് 3.2 j പ്ലസ് -0.87 k എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്നും ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ റൂട്ട് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് കിട്ടും, മോഡ് കിട്ടും. ഇതാണ് നമുക്ക് കാണാൻ പറയാം. മാഗ്നിറ്റ്യൂഡ് ആണ് കാണാൻ പറയണം. മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടെത്താം. ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? ഓക്കെ ആണോ? Clear. അടുത്ത ക്വസ്റ്റ്യനും സെയിം ഈ കേസ് തന്നെ കാണാനാണ്. ക്വസ്റ്റ്യൻ പറയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കമ്പോണന്റ് ഓഫ് ദ ഫോഴ്സ് along XYZ axis. നേരത്തെ വന്നേക്കണ പോലെ തന്നെ 3 വാല്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന നോക്കിയേ, ഇത് എഫ് എക്സിന്റെ വാല്യൂ, എഫ് വൈയുടെ വാല്യൂ, എഫ് സെഡിന്റെ വാല്യൂ. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഓഫ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താം. അതുപോലെ തന്നെ ഇൻക്ലിനേഷൻ വിത്ത് എക്സ് വൈ സെഡിന്റെ ഇൻക്ലിനേഷൻ കാണാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം എഫ് ഓഫ് തന്നിരിക്കുന്ന ടേം എടുത്ത് എഴുതാം. എഫ് എക്സിന്റെ വാല്യൂ, എഫ് വൈയുടെ വാല്യൂ, എഫ് സെഡിന്റെ വാല്യൂ. ആ 3 വാല്യൂ എടുത്ത് എഴുതിയിട്ട് എഫ് വെക്ടർ എഫ് കണ്ടെത്താം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ വാല്യൂ തന്നെ എടുത്ത് കൊടുത്താൽ പോലെ ഇവിടെ ഐ ജെയും കൂട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് എഫ് വെക്ടർ എഫിന്റെ വാല്യൂ കിട്ടും. ഇവിടെ ക്ലിയർ ആണോ? ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. മാഗ്നിറ്റ്യൂഡ് കാണാന്ന് വെച്ചാൽ റൂട്ട് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് റൂട്ട് ഇട്ട് സോൾവ് ചെയ്യുമ്പോൾ 7.37 കിലോമീറ്റർ കിട്ടും മോഡ് എഫിന്റെ വാല്യൂ. ഇത് ക്ലിയർ ആണോ? ഇനി കാണേണ്ടത് നമുക്ക് ആംഗിൾ ആണ്. ഇതിന്റെ ആംഗിൾ ആണ് നമ്മൾ കാണാൻ പറഞ്ഞേക്കണം. അപ്പൊ കോസ് തീറ്റ എക്സിന്റെയും തീറ്റ വൈയുടെയും തീറ്റ സെഡിന്റെയും വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അതിന് നമുക്ക് അറിയാവുന്നത് ഒന്ന് എഫിന്റെ വാല്യൂ അറിയാം, കോസ് തീറ്റ എക്സിന്റെ വാല്യൂ അറിഞ്ഞൂടാ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ തീറ്റ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിനിവിടെ നിർത്തിയിട്ട് ഈ എഫിന് ഇപ്പുറത്തേക്കുണ്ടാവും, ഈക്വലിന് ഇപ്പുറത്തേക്കുണ്ടാവും. അതായത് എഫ് എക്സ് ഈക്വൽ ടു എഫ് ഇൻറ്റു കോസ് തീറ്റ എക്സിൽ നിന്നും ഈ കോസ് തീറ്റ എക്സിന്റെ വാല്യൂ നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഇപ്പൊ നമുക്ക് ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇവിടെ അറിയാം, 4.5 ആണെന്ന് അറിയാം. എഫിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ എക്സിന്റെ വാല്യൂ കിട്ടി. ക്ലിയർ ആണത്? ഇതേപോലെ തന്നെ തീറ്റ വൈയുടെ വാല്യൂ കാണാം. അപ്പൊ നമുക്ക് എഫ് ഓഫ് വൈയുടെ വാല്യൂ നിന്ന് എടുക്കുക. 5 ആയിരുന്നു. 5നെ ഡിവൈഡഡ് ബൈ ഇപ്പൊ കിട്ടിയ ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് വാല്യൂ കിട്ടും. അതേപോലെ അടുത്തത് എഫ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ -3 ആയിരുന്നു. -3നെ 7.37 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതായിരുന്നു നമ്മുടെ തീറ്റയുടെ കാണാനുള്ള ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ്. ബാക്കിയുള്ള ടോപ്പിക് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇത്രയും ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് ചെയ്ത് നോക്കാം. ഡൗട്ട് ഉള്ളത് ചോദിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ തന്നെ കൊണ്ടുപോയിക്കോളൂ. അപ്പൊ നമുക്കത് സോൾവ് ചെയ്ത് കഴിയും ഓരോ മെത്തേഡ് എടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ എടുക്കുന്നത് 3ാമത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. 3ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോഴ്സ്. ചെയ്ത് നോക്കാം. അപ്പൊ ഇന്ന് ലീവ് ചെയ്തോ, നമുക്ക് ഞാൻ അടുത്ത ദിവസം